ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്ട് ഫേസ് യോഗ. ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആക്ട്രസും ആങ്കറുമായിട്ടുള്ള പാർവതി കൃഷ്ണ. കേരളത്തിലെ ഫേസ് യോഗയുടെ പ്രൊമോട്ടർ ആയിട്ട് ഞാൻ കാണുന്ന ഒരു ഫേസ് പാർവതി കൃഷ്ണയുടെയാണ്. ഫേസ് യോഗ ബൈ പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഒരു കോഴ്സും പുള്ളിക്കാരത്തി നടത്തുന്നുണ്ട്. ഓൺലൈൻ വീഡിയോ ക്ലാസ്സസ് ഒരു ബിസിനസ് പോലെ പുള്ളിക്കാരത്തി കൊണ്ടുപോകുന്നുണ്ട്. നല്ല കാര്യം. കേരളത്തിൽ വേറെ ആരെങ്കിലും ഈ ഒരു ഫേസ് യോഗ ഇത്രയും അധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നതും ഞാൻ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി പാർവതി കൃഷ്ണയാണ്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും പാർവതിയുടെ അത്രയും ഒരു പോപ്പുലാരിറ്റി ഈ ഒരു സാധനത്തിന് നമ്മുടെ നാട്ടിൽ കൊടുത്തിട്ടില്ല വേറെ ആരും. ഇന്ത്യൻ ബ്യൂട്ടി മാർക്കറ്റിൽ ഈ ഒരു ഫേസ് യോഗ കടന്നു വന്നിട്ട് കുറച്ചധികം കാലമായി. പല വിവരമുള്ള ഡോക്ടേഴ്സും ഇതൊരു ഉടായ്പാണ്, ഇതിന് പ്രത്യേകിച്ച് സയന്റിഫിക് പ്രൂഫ് ഒന്നും ഇല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലം കുറയായി. എന്നിട്ടും എവിടെങ്കിലും വെച്ചിട്ട് സൗന്ദര്യം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ അങ്ങോട്ട് വെച്ച് പിടിക്കുമല്ലോ. അപ്പൊ പിന്നെ ഈ ഡോക്ടർമാരുടെ വാക്കിനേക്കാൾ കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ റിസൾട്ട് ഉണ്ടാക്കി കാണിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചാടാൻ, അങ്ങോട്ട് പോകാൻ ഒരു ത്വര ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, മനുഷ്യ സഹജമാണ്. ഇതാണ് ഇങ്ങനെയുള്ള ഈ വെൽനസ് ട്രെയിനേഴ്സിന്റെ ഒക്കെ ഒരു സെല്ലിംഗ് പോയിന്റ്. ഒരുപാട് ഡോക്ടേഴ്സ്, ഇന്ത്യയിൽ അടക്കം ഒരുപാട് ഡോക്ടേഴ്സ് ഇത് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉടായിപ്പാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. ഇതിന്റെ മാർക്കറ്റ് കുത്തനെ കയറുകയാണുള്ളത്. ഇപ്പൊ ഞാൻ ഈ ഒരു സബ്ജക്ട് ഇവിടെ സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസി മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഈ പുള്ളി ചന്ദ്രശേഖർ രമേശ് ഈ പാർവതി കൃഷ്ണയുടെ ഫേസ് യോഗയെ പറ്റി ഒരു വീഡിയോ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു വീഡിയോ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. പാർവതി കൃഷ്ണയ്ക്ക് അതിനകത്ത് ഒഫൻഡഡ് ആയിട്ട് പാർവതി കൃഷ്ണ ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി ഒരു വീഡിയോ റീലായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. സോ ഈ പാർവതി കൃഷ്ണയ്ക്ക് ഇത്രയും ഒഫൻഡഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം, ആ വീഡിയോയ്ക്കകത്ത് പുള്ളി എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഓക്കെ, ധാരാളം വീഡിയോ ഇടുന്നുണ്ട് ഫേഷ്യൽ യോഗയെ പറ്റിയിട്ട്. അതായത് പുതിയതായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. ബാക്കിയുള്ള ഫേസ് യോഗ പോലെയല്ല, ഇത് പ്രത്യേകതരം ഫേസ് യോഗയാണ്. കൂടുതലും ലിംഫാറ്റിക് ഡ്രെയിനേജ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ കൊടുക്കുന്നതെന്നുള്ളത്. എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം. എന്റെ ഫേസ് യോഗ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് മസിൽ ആക്ടിവേഷൻ ആണ്. പല ഫേസ് യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് മസിൽ ആക്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ആണ് എന്ന് നമുക്ക് തോന്നും. ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, അതുപോലെ മസിൽസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഉണ്ട്, ലിംഫ് ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് ഭയങ്കര സംഭവമാണ് എന്ന് നമുക്ക് തോന്നും. സോ ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് പരിചയമില്ലാത്ത സയന്റിഫിക് ആയിട്ടുള്ള ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്ത് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ വന്ന് പറയുമ്പം അവർ വിചാരിക്കും, അയ്യോ അറിവുള്ള ഭയങ്കര വലിയ ആളാണ് ഈ വന്ന് പറയുന്നത്, പുള്ളിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം, വേണമെങ്കിൽ ഡോക്ടർ ആണെന്ന് വരെ തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ് കാര്യം. ഇവർ യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. വലിയ എന്തോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെന്ന് വിചാരിക്കും. അതൊരു വേറൊരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ആണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ് യോഗയും നമ്മുടെ സാധാരണ ആയിരക്കണക്കിന് വർഷങ്ങൾ പാരമ്പര്യമുള്ള നമ്മുടെ യോഗയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഈ യോഗയുടെ ബുക്കുകളായിട്ടുള്ള യോഗസൂത്രയിലോ അല്ലെങ്കിൽ ഹതയോഗയിലോ ഇതിനെപ്പറ്റി ഒന്നും മെൻഷൻ പോലും ചെയ്യുന്നില്ല. ഈ മസിലിനകത്തിട്ട് ഇങ്ങനെ ഇട്ട് കിണ്ടിക്കഴിഞ്ഞാൽ വണ്ണം കുറയുന്നൊന്നും അതിനകത്ത് ഈ ട്രഡീഷണൽ യോഗ ബുക്കിനകത്തൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അതും ഇതും തമ്മിൽ കോയി കണക്ഷൻ നെഹി ഹേ ബായി. അങ്ങനെയാണ് നമ്മുടെ യോഗ ബുക്കുകളിൽ പറയുന്നത്. എന്താണ്? മെഡിറ്റേഷൻ, പ്രാണായാമം, പിന്നെ പോസ്റ്റേഴ്സ്, മൈൻഡ്, ബ്രീത്ത്, ബോഡി, വിച്ച് ഈസ് നോട്ട് അബൌട്ട് ഫേഷ്യൽ മസിൽസ്. ഈ ഫേഷ്യൽ മസിൽസിനെ പറ്റി ഒരു തേങ്ങ ഇതിനകത്തില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ഈ ഫേസ് യോഗ ഇനി എന്താണ് നമ്മുടെ ഭൂമിയിലോട്ട് കാലുകുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2000 തുടക്കത്തിലാണെന്നൊക്കെ പറയേണ്ടി വരും. ഒരു 10-25 കൊല്ലമൊക്കെ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ. വേണ്ട, ഈ കാണുന്ന ചേച്ചിയാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഫുമിക്കോ തക്കാസ്തു, ജപ്പാൻകാരിയാണ്. അതുപോലെ തന്നെ ഡാനിയൽ കോളിൻസ് എന്ന് പറയുന്ന വേറൊരു പുള്ളിക്കാരനുണ്ട്. ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു പ്രൊമോട്ടേഴ്സ് ഈ ഫേസ് യോഗയുടെ. അപ്പൊ ഇവരെ പറ്റിയും പുള്ളി പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കാം. ക്ലയൻസ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ്സ് മൈ ഐഡന്റിറ്റി. ഫേസ് യോഗ എന്നത് റാൻഡം ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കുറച്ച് മസാജും മാത്രമല്ല, ഓരോ മസിൽസും എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര പ്രഷർ നിങ്ങളുടെ ടിഷ്യൂസിന് കൊടുക്കണം, എന്ത് വന്നാൽ നിങ്ങൾക്ക് സാഗിങ് വരും എന്നുള്ള ഈ ഓരോ മസിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫേസ് യോഗ പറയുന്നവരാരും ഈ മസിലിൻ്റെ അനാറ്റമിയോ അതിൻ്റെ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് വന്നു? ഈ കാണിച്ചിരിക്കുന്ന ലേഡിയുടെ കാര്യം നമുക്കെടുക്കാം. ഫുമിക്കോ ടാക്കാറ്റ്സു എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു കാർ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും മുഖത്ത് ചെറിയ അസിമെട്രി പോലെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. അതായത് കോണിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ശരീരത്തിന് നമുക്കറിയാമല്ലോ, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ സാധാരണ റീഹാബിലിറ്റേഷനൊക്കെ ചെയ്ത് റീഹാബിലൊക്കെ പോയിട്ട് ആ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് ശരിക്കും നന്നായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ നമുക്ക്
പറ്റിപ്പോയ അബദ്ധം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ശരീരത്തിനെ നന്നാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ പലപ്പോഴും ഫിസിയോതെറാപ്പിയും റീഹാബിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ആക്സിഡൻറ്റിനൊക്കെ ശേഷം തിരിച്ചത്. അപ്പോൾ അവർക്ക് തോന്നി എന്നാൽ ഫേസിനും കൂടെ ഒരു എക്സസൈസ് ചെയ്താൽ, ഒരു ഫേസ് മസിൽസിന് ഒരു എക്സസൈസ് ചെയ്താൽ നല്ലതല്ലേ. അങ്ങനെ അവർ വിഭാവനം ചെയ്ത ഒരു സാധനമാണ് ശരിക്കും ഈ ഫേസ് യോഗ. 2000-ന് ശേഷം ഈ പറയുന്ന ഫുമിക്കോ ടക്കാറ്റ്സു എന്ന് പറയുന്ന ആൾ വിഭാവനം ചെയ്ത് അവർ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ മുഖത്ത് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ്, ചുളുക്കുകളും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും, റിങ്കിൾസ് എല്ലാം മാറിക്കിട്ടും. അതുപോലെ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് എന്നുള്ളത് കൊണ്ടുവന്നത് തന്നെ ശരിക്കും ഇവരാണ്. അപ്പൊ പറഞ്ഞു വന്ന അതാണ് ഗൈസ്, എവരാണ് ഈ പരിപാടി തന്നെ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഈ തക്കാസ്തു ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഈ കൊണ്ടുവന്ന് എവര് എന്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കാണണമല്ലോ, അല്ലെങ്കിൽ ഒന്ന് നോക്കണമല്ലോ. ഇവർക്കൊരു മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉണ്ട്. അത് എന്തിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ത്രപ്പോളജിയിലാണ് ഇവർക്ക് മാസ്റ്റർ ഡിഗ്രി ഉള്ളത്. US യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആന്ത്രപ്പോളജിയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ഇവർ ഒരു ലെക്ചററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരാണ് ഈ ഒരു ആക്സിഡന്റിന് ശേഷം ഇങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അക്കാഡമിക്കലി പുള്ളിക്കാരത്തേക്ക് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഡെർമറ്റോളജിയിലോ പ്ലാസ്റ്റിക് സർജറിയിലോ ഫിസിയോളജിയിലോ മെഡിക്കൽ സയൻസിനോ യാതൊരു തരത്തിലുള്ള അറിവും പുള്ളിക്കാരത്തേക്ക് ഇല്ല. മേ ബി പഠിച്ചതായിരിക്കാം, പിന്നീട് പഠിക്കാമല്ലോ. ആൻഡ് ഇവർ ഈ ഒരു ഫേസ് യോഗ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ആക്സിഡന്റിന് ശേഷം അവർ കുറച്ച് ഫേഷ്യൽ എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്തു. അങ്ങനെയാണ് അവർ കുറെ മെത്തേഡ്സ് ഉണ്ടാക്കുന്നത്. സോ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഡെവലപ്ഡ് മെത്തേഡ് ക്രിയേറ്റർ, അല്ലെങ്കിൽ ഒരു വെൽനസ് ഓർ ബ്യൂട്ടി ഇൻസ്ട്രക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനേക്കാൾ ഉപരി ഒരു ബിസിനസ് എന്റർപ്രണർ ആണ്. അല്ലാതെ ഒരു ഡോക്ടറോ ഒരു ലൈസൻസ്ഡ് മെഡിക്കൽ പ്രൊഫഷണലോ ഒരു സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ചറോ അല്ല അവർ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, അവരുടെ ഒബ്സർവേഷനിൽ നിന്ന് അവർക്ക് അങ്ങനെയൊക്കെ ഒരു റിസൾട്ട് കിട്ടി, അവരതങ്ങ് സെല് ചെയ്തു. അല്ലാതെ ഇതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കൽ ഓർ സയന്റിഫിക് ഫൗണ്ടേഷൻ ഇല്ല ഈ ഒരു സാധനത്തിന്. അതാണ് ഈ തക്കാസ്തുവിന്റെ ഒരു കഥ. ചേച്ചി ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനെയൊക്കെ പറ്റി. അപ്പൊ ചേട്ടൻ പറയുന്ന ബാക്കി കാര്യങ്ങളും കേൾക്കാം ഗൈസ്. അതിനുശേഷം യോഗ എന്നുള്ളൊരു വാക്ക് സെല്ല് ചെയ്യും എന്നറിയാവുന്നത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഈ യോഗയുടെ ഈ സാധനം എടുത്തുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല എന്നുള്ളതാണ്. ഇനി ഈ പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ എൻ്റെ അടുത്ത് വന്ന് യോഗ പഠിക്കൂ, ബാക്കിയുള്ള ട്രെയിനേഴ്സിനേക്കാൾ വ്യത്യാസമാണ്, ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ വളരെ യങ് ആയിട്ടും കരിഷ്മാറ്റിക് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇതിന് ഈ ഫേസ് യോഗ വിൽക്കുന്നെങ്കിലും അവർ ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനോ കോസ്മെറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടായിരിക്കും ഇതൊന്നും. അല്ലെങ്കിൽ ഇന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയാണ്. മൊബൈൽ നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡേറ്റ അല്ല തരുന്നത്, അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഏറ്റവും വൃത്തിയായി കാണിക്കത്തക്ക രീതിയിലാണ് തരുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് ഇതുപോലെ അവരുടെ സ്കിന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് പലതും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പം പുള്ളി പറഞ്ഞത് വളരെ ശരിയാണ്. ഈ യോഗ എന്ന് പറയുന്ന സാധനം ഫേസിന്റെ കൂടെ ചേർത്ത് ആ ഒരു ടേം സെല്ല് ചെയ്തു എന്നുള്ളതാണ് കാര്യം. യോഗയുടെ സെല്ലിംഗ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യോഗ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ഒരു പവർ ഉണ്ട്, അതിൻ്റെ ഒരു വിശ്വാസീയതയുണ്ട്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സാധനത്തിനൂടെ ചേർക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സാധനത്തിന് ആവശ്യക്കാർ കൂടും. വേറെ കെമിക്കൽസ് അങ്ങനെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ ഇത് 2-3 കിണ്ടി ഇത് മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒഴുകും. ആൻഡ് പാർവതിയുടെ വേറൊരു മാനിപ്പുലേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് പുള്ളിക്കാരത്ത് ഇട്ട ഒരു റീലാണ്. റീലിന്റെ തുടക്കം എങ്ങനെയാണ്? ബിഫോർ ഫേസ് യോഗ. ഓക്കെ, ബിഫോർ ഫേസ് യോഗ റീൽ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നു ആഫ്റ്റർ ഫേസ് യോഗ എന്നും പറഞ്ഞിട്ട് ഈ ഒരു ലുക്കിലോട്ട് പുള്ളിക്കാരത്തി എത്തുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ഫേസ് യോഗ പരിപാടിയൊക്കെ കാണിക്കുന്നു. ലെറ്റ്സ് ഡു സം ഫേസ് യോഗ എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫേസ് യോഗ. ആ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ? കണ്ടില്ല? ഒന്നുകൂടെ കാണിക്കാം. ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. എന്ത് മാറ്റമാണ്! ഫേസ് യോഗ ചെയ്താൽ ഇങ്ങനെയൊക്കെ മാറും. ആലോചിച്ച് നോക്കിയേ. ഇതൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻ അല്ലയോ പാർവതി തന്നെ പറ. പാർവതി ഫേസ് യോഗ ചെയ്തിട്ടാണോ ഈ മാറ്റം ഉണ്ടായത്? അല്ല, കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്തിട്ടാണ് അവർ ഈ ഒരു കോലത്തിലെത്തിയത്. ഇവർക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം. അത് കഴിഞ്ഞ് ഡയറ്റ് പ്രോപ്പറായിട്ട് എടുത്തു. അതിനുശേഷം വണ്ണം കുറഞ്ഞു. ശരീരത്തിന്റെ വണ്ണം കുറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫേസിന്റെ വണ്ണവും ആനുപാതികമായി കുറഞ്ഞു. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം, അതാണ് ഇവിടുത്തെ സയൻസ്. അല്ലാതെ ഫേസ് യോഗ അല്ല. 2 കൊല്ലം മുമ്പ് പാർവതി യൂട്യൂബിലിട്ട വീഡിയോ ആണ് 30 കിലോ ഞാൻ കുറച്ചു എന്ന് പറഞ്ഞിട്ട് 86 57 കിലോയിലോട്ട് പോയെന്നും പറഞ്ഞിട്ടുള്ള തംബ്നെയിലും വെച്ചിട്ടുള്ള വീഡിയോ ആണ്. 2 കൊല്ലം മുമ്പിട്ടാണ് പുള്ളിക്കാരത്തി. ഈ വീഡിയോയിൽ പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യം ചേർന്ന് കാണിക്കാം. പെട്ടെന്ന് ഞാൻ ഗർഭിണിയായി. എനിക്ക് വെയിറ്റ് വെച്ചു. ഏകദേശം ഒരു 84-86 വരെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് ഒന്ന് കുറഞ്ഞ ഒരു 82 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 86 നിന്നുള്ള എൻ്റെ ഒരു ജേർണി ഉണ്ട്. റൈറ്റ് നൗ ഐ ആം 57 kg. Proud about myself.
അതാ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഡയറ്റ് എടുത്ത് കുറച്ചതാണ് ഈ വെയിറ്റ്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ഫേസിന്റെ വണ്ണവും കുറയും. അപ്പൊ മുഖത്ത് വണ്ണം കുറഞ്ഞതിന്റെ മെയിൻ ഫാക്ടർ ഫേസ് യോഗ അല്ല, ഡയറ്റിംഗ് ആണ്, വെയിറ്റ് ലോസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പറയുന്നുണ്ട്, അതുകൂടെ ഒന്ന് വെക്കാം. ഓളം കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 57 കിലോ വരെ ഞാൻ എത്തിച്ചതാണ്. ഇടയ്ക്കൊന്ന് 60 ആയി. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 58-59 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഴയ പോലെ എനിക്ക് 57 എത്തിക്കണം. കാരണം അതാവുമ്പോൾ എനിക്ക് സെൽഫായിട്ട് ഭയങ്കര ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ജോലൈനൊക്കെ ആക്ച്വലി നല്ലപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. അത് ഇപ്പം ആക്ച്വലി ഇത്തിരി കൂടിയോണ്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് നിന്നപ്പോൾ എനിക്ക് അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഈ കിടിലം എന്ന് പറയുന്ന ഷോ ഞാൻ മഴവില്ലിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അതിനകത്തൊക്കെ കറക്റ്റ് ഇത് ഷാർപ്പായിട്ട് നിൽക്കുന്ന അത് എന്നെ അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവില്ല. ചിലർക്ക് എന്നെ വണ്ണം വെച്ചിട്ടാണ് കാണാൻ ഇഷ്ടം. ബാലുവിനെ പറയാതെ പറഞ്ഞു, പുള്ളിക്കാരത്തിക്ക് 57 കിലോ ഉണ്ടായിരുന്നു. അതിനകത്തൊരു 3 kg കൂടിയപ്പോൾ തന്നെ ഫേസിന് വണ്ണം വെച്ച പോലെ ഫീൽ ചെയ്തു. അപ്പം വണ്ണം കുറച്ചു, അപ്പം ഫേസ് കുറച്ചുകൂടെ ഷാർപ്പായി. പറയാതെ പറഞ്ഞു. ഇത് 2 years മുന്നിട്ട വീഡിയോ ആണ്, അത് നിങ്ങൾ ആലോചിക്കണം. എനിക്ക് തോന്നുന്നു അന്ന് പാർവതി ഈ ഫേസ് യോഗയുടെ പരിപാടി തുടങ്ങിയിട്ടില്ല. ഇനി വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ കണ്ട വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബിൽ ട്രെൻഡിങ് ആയ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് 8 lakh+ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടെ പുള്ളിക്കാരത്തി അപ്ലോഡ് ചെയ്തു. അത് കണ്ട് ഇത് ഇങ്ങനെയായിരുന്നു, മുഖത്തെ കൊഴുപ്പ് കളയാനുള്ള എളുപ്പ വഴി എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഓൾമോസ്റ്റ് 1 million ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഫേഷ്യൽ എക്സസൈസ് എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫേസ് യോഗ ഒന്നും കൊടുത്തിട്ടില്ല, ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞാണ് തമ്മിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തിയുടെ മുഖത്തെ വണ്ണം എങ്ങനെ കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫേഷ്യൽ എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തി കാണിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫോർഹെഡിൽ നിന്നാണ്. ഓക്കെ, ഈ പറയുന്ന പോലെ റിങ്കിൾസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഞാൻ സ്ട്രെച്ച് ചെയ്ത് വിടും. ഇതിൻ്റെ വേറെ കറക്റ്റായിട്ടുള്ള ഫേസ് യോഗയും ഫേസ് സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഞാനും ഇതുപോലെ 1-2 യൂട്യൂബ് വീഡിയോ കണ്ട് പഠിച്ചതാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഇതുപോലെ കറക്റ്റ് ഫേസ് യോഗയും ഫേസ് എക്സസൈസും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനിത് യൂട്യൂബ് വീഡിയോ കണ്ട് പഠിച്ചതാണ്, അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പറഞ്ഞു തരുന്നത് മനസ്സിലായല്ലോ, യൂട്യൂബ് വീഡിയോ കണ്ട് പഠിച്ചിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞു തരുന്നത്. ഇത് 2 years മുമ്പുള്ള വീഡിയോ ആണ് ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുള്ളിക്കാരത്തി അല്ലാതെ കുറച്ചുകൂടെ ആധികാരികമായി പഠിച്ചിട്ടുണ്ട്, ആരാണ്ട് അടുത്തൊക്കെ പോയിട്ട്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ ഫേസ് യോഗ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഈ വണ്ണം കുറച്ചത് പുള്ളിക്കാരത്തി പറയുന്നത് ഫേഷ്യൽ എക്സസൈസ് ചെയ്ത് വേറെ ആരുടെയൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ട് പഠിച്ചിട്ടാണ് വണ്ണം കുറച്ചതെന്നാണ് പുള്ളിക്കാരത്തി ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. അന്നേരം ഈ ഫേസ് യോഗ എന്ന് പറയുന്ന ആ ഒരു ടേം അന്നേരം എങ്ങും പറയുന്നില്ല. നേരത്തെ കാണിച്ച റീൽ കണ്ടായിരുന്നല്ലോ, ബിഫോർ ഫേസ് യോഗ ആൻഡ് ആഫ്റ്റർ ഫേസ് യോഗ എന്നും പറഞ്ഞിട്ടുള്ള റീൽ നിങ്ങൾ കണ്ടതാണ്. സോ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഈ വീഡിയോ 1 million+ ആളുകൾ യൂട്യൂബിൽ ആ ഒരു ലോങ് വീഡിയോ കണ്ടു. അപ്പം പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി, ഇതിന്റെ ഒരു സാധ്യത മനസ്സിലായി. അതുകൊണ്ട് അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങി. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ളതിന് യാതൊരു സയന്റിഫിക് എവിഡൻസോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റഡിയോ ഇല്ല ഇതിനൊന്നും. കുറച്ച് സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര പ്രോപ്പർ ആയിട്ടുള്ളതൊന്നും അല്ല. സോ ആ സ്റ്റഡിയെ പറ്റി നമ്മൾ അണ്ണം പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ. സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റഡീസിൻ്റെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തത് 2018 ജാമയിൽ വന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ കൊള്ളാവുന്ന ഒരു സ്റ്റഡി എന്ന് പറയാനുള്ളത് ശരിക്കും ഈ ജാമയിൽ വന്ന സ്റ്റഡിയാണ് 2018. അത് ഫേസ് യോഗ എന്ന് പറഞ്ഞല്ല, പ്രധാനമായിട്ടും ഫേഷ്യൽ മസിൽസിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടോ അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് എഫക്റ്റ് കിട്ടുമോ എന്ന് നോക്കാനായിട്ട് 10-28 പേരെ ഒരു 40-60 വയസ്സിനിടയിലുള്ള കുറച്ച് പേരിൽ നടത്തിയ ഒരു പൈലറ്റ് സ്റ്റഡി ജാമയിലുള്ളത്. 2018 ഇത് നടത്തുന്നത്. പക്ഷേ ആ സ്റ്റഡിയിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് പറയണം, നിങ്ങൾക്ക് ഒരു 2.5 വയസ്സിൻ്റെ ഒരു പ്രായം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ തോന്നൽ പറയുന്നതിൽ നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ സ്റ്റഡിയിൽ വന്ന പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുഴുവനായിട്ട് ആ സ്റ്റഡി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ടും ഒരു 20 ആഴ്ചയൊക്കെ നടത്തിയ ഒരു പഠനമായതുകൊണ്ടും ഇത് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പൈലറ്റ് സ്റ്റഡി പോരാ. ഇനി ഫേഷ്യൽ മസിൽസിന് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ച് വേറൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അതിനകത്തും കണ്ട റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ടുകളല്ല. കാര്യം അവിടെ നമ്മളെപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റാൻഡമൈസേഷൻ, ഡബിൾ ബ്ലൈൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും തെളിവുകളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ പിരമിഡിൽ ഏറ്റവും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വരുന്നതാണ് സിസ്റ്റമാറ്റിക് റിവ്യൂസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിവ്യൂസ് നോക്കിയാലോ, സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഉള്ള പഠനങ്ങളുടെയൊക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? സിസ്റ്റമാറ്റിക് റിവ്യൂസിൽ കാണുന്നത് there is not enough evidence to say that
ദർ ഇസ് എനി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് എന്നാണ്. നിങ്ങളുടെ റിങ്കിൾസ് കുറയുന്നോ ആൻറ്റി ഏജിങ് പോകാനോ ഒക്കെ ഇതൊരു ഗുണകരമായിട്ട് ഒരു സ്റ്റഡിയിലും കാണുന്നില്ല. പിന്നെ എന്താണ് ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഖത്തിങ്ങനെയൊക്കെ ഇട്ടാക്കുന്നത് വഴി അതവർക്ക് ഒരു കലാപരിപാടി എന്നുള്ള രീതിയിൽ ചുമ്മാ ഇരുന്ന് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ തന്നെ പലവണ പറയുന്നുണ്ട്, എൻ്റെ കീഴിൽ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അതിന് തെളിവുള്ള ഒരു കാര്യമാവണമെന്നില്ല. ഈ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഫേസ് യോഗയ്ക്ക് ഒരു തെളിവാവുന്നില്ല. ഇറ്റ് സിംപ്ലി മീൻസ് നിങ്ങളുടെ അടുത്ത് 3 ഡോക്ടർമാർ വന്ന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രൊമോഷനായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവർ പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രീയമായ ടെർമിനോളജികളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഏത് തരം ടെർമിനോളജികൾ? ഈ ലിംഫാറ്റിക് ഡ്രെയിനേജും അല്ലെങ്കിൽ ഫേഷ്യൽ ടോണിങ് എന്നോ ഈ ഇവിടെ നിന്നൊക്കെ ഞെക്കിയിട്ട് ഈ ലിംഫിനോട്ടൊക്കെ പോകുന്ന ഇതുണ്ടല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു പഫിനെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാന്നല്ലാതെ അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണെന്നുള്ളതിന് ഒരിടത്തും തെളിവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ട് ഫേസ് യോഗയ്ക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടാവില്ല. അതൊരു കപടമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ദർ ഇസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ഫോർ ഫേസ് യോഗ. അപ്പം അതാണ് ദർ ഈസ് നോ സയന്റിഫിക് എവിഡൻസ് ഫോർ ഫേസ് യോഗ. ഇനി നമുക്ക് പാർവതിയുടെ വേറൊരു വീഡിയോ കാണാം. അതിനകത്ത് പുള്ളിക്കാരത്തി നമ്മുടെ ചുണ്ട് എങ്ങനെ വീർപ്പിക്കാം എന്നാണ്, ഇങ്ങനെ പ്ലം പോലെ എങ്ങനെ ആക്കാമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പ്ലംബ് യുവർ ലിപ്സ് നാച്ചുറലി. ഓക്കെ, വീഡിയോ കാണാം. ആദ്യം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് ഞെക്കണം ഗൈസ്, ഡൊണാൾഡ് ഡക്കിനൊക്കെ കൂട്ട്. എന്നിട്ട് ഇങ്ങനെ ചേരാണ്ടാണ്, എന്നിട്ട് ഇങ്ങനെ മേപ്പോട്ട് പോകണം. എന്നിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ചപ്പാത്തി അടിക്കണോ? ഇങ്ങനെ എന്തുപടി ഇത് ചുണ്ട് പറഞ്ഞു വരുമല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സൈഡ് വീർക്കാനാന്ന് തോന്നുന്നു. ഇങ്ങനെ എന്തൊക്കെയോ അതിങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇതെന്താണ് മൈദമാവോ, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. അപ്പൊ ഇതാണ് ഓക്കെ, അപ്പൊ ശരിയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ട് ഇങ്ങനെ ഉറങ്ങിയ പോലെ ആവുമെന്നാണ് പറയുന്നത്. ഇതിനേക്കാളും നല്ലത് മറ്റേ കുപ്പിക്കകത്ത് ചുണ്ട് കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു വിടുന്ന ഒരു, അത് ഞാൻ ഇങ്ങനെ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. ഇങ്ങനെ കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ ചുണ്ട് കയറ്റിയിട്ട് ഇങ്ങനെ ചെറിയ കുപ്പി, ഇത് വലിയ തുളയാണ്, ചെറിയ കുപ്പി എടുക്കണം. പിന്നെ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിച്ചേക്ക് ചുണ്ട് ഇങ്ങനെ ഹനുമാൻ്റെ കൂട്ടിരിക്കും. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഇട്ട് കിണ്ടുന്ന സമയത്ത് ഒരു ടെമ്പററിലി ഒരു വീക്കം അവിടെ ഉണ്ടാവും. ഇത് ഒരിക്കലും ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കത്തില്ല. നിങ്ങൾ ആ ചെയ്യുന്ന മൊമെന്റിൽ ഇത് ചെയ്തിട്ട് കണ്ണാടി മുമ്പിൽ പോയി നോക്കും, എന്റെ ചുണ്ട് വീർത്ത്. അതിനേക്കാളും നല്ലത് കടന്തലിനെ പിടിച്ച് കടിപ്പിക്കുന്നതാണ്. അത് അതിനേക്കാളും കുറച്ചുകൂടെ സമയം നിൽക്കും. കടന്തലിനെ പിടിപ്പിച്ച് ഇവിടെയും കടിപ്പിച്ചാൽ മതി. അന്നേരം മറ്റേതിനേക്കാളും കുറച്ച് വേദന എടുക്കുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന ചിലപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പോകും. കടന്തലിനെ പിടിച്ച് കടിപ്പിച്ച് ചിലപ്പോൾ കുറച്ചും കൂടെ നിൽക്കും, നല്ല രീതിയിൽ പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു അതാണ് എഫക്റ്റീവ് എന്ന് തോന്നുന്നു. ലിപ്പിലിട്ട് ഇങ്ങനെ ഞെക്കുമ്പം അവിടുത്തെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവുകയും കുറച്ച് നേരത്തെ കുറച്ച് മിനിറ്റ്സിലേക്കോ അല്ലെങ്കിൽ ഒരു മാക്സിമം 1 അവറിലേക്കോ അങ്ങാണ് ചുണ്ടിനൊരു സ്വെല്ലിങ് ഉണ്ടാവും. അതിനെയാണ് ഈ നാച്ചുറലി ലിപ്പ് പ്ലംബ് ആക്കാന്നും പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് അഗെയിൻ പറയുന്നു, ദർ ഈസ് നോ സയന്റിഫിക് എവിഡൻസ് ഫോർ ദിസ്. ഈ ഫേസ് യോഗ അല്ലെങ്കിൽ ലിപ്പ് യോഗ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലിപ്പ് എക്സർസൈസോ ചെയ്ത് നിങ്ങളുടെ ലിപ്സിന്റെ വോളിയം ഇൻക്രീസ് ആക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റേ പരിപാടി ചെയ്യണം, ഫില്ലർ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ റീലിൽ കാണുന്നതിന്റെ കൂട്ട് നടക്കൂല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ഇതിനെയാണ് പാർവതി മാർക്കറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇട്ട് ഇങ്ങനിട്ട് കിണ്ടുമ്പോഴും ഇത് സെയിം മെത്തേഡ് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഇവിടെ ഒരു മാറ്റം നമുക്ക് തോന്നും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറും. അത് ടെമ്പററി ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇത്രയും പറഞ്ഞതിൽ നിന്ന്? ഇത് വെറും ഗിമിക്കാണ്. ഇന്നത്തെ കാലത്ത് ഒരു സയന്റിഫിക് എവിഡൻസും ഇല്ലാത്ത ഒരു സാധനത്തിന്റെ പുറകിൽ എന്തോരം ആളുകളാണ് ഇങ്ങനെ ഞാന്ന് കടിച്ചു തൂങ്ങി പോകുന്നത്. ഈ ഫേഷ്യൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റിലാക്സേഷനും ഒരു സമാധാനവും കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ അത് തേടി പൊക്കോളൂ. അല്ലാതെ ഇങ്ങനൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഗ്ലാമർ ആവും, നിങ്ങളുടെ താടി പാര പോലാവും, അത് കമത്തി വെച്ച് തേങ്ങ പൊതിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും വിളിക്കരുത്. അത് തെറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം പറയാമല്ലോ. അപ്പം ഈ ഒരു പാർവതിയുടെ ഈ ഫേസ് യോഗയെ പറ്റി ഈ ചന്ദ്രശേഖർ അണ്ണനാണ് സംസാരിക്കുന്നത് ആദ്യമായിട്ട്. ആൻഡ് ഇതിന് അഗൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരത്തെ ഒരു കമന്റ് 1-2 പോസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു റീലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യവും അതോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ തന്നെ അത്യാവശ്യം ലെന്ത് ആയിട്ടുണ്ട്. അപ്പൊ ശരി.